അഭിമന്യ മല്ലശ്ശേരി പിതാവെ, വന്യ വൈദികരെ, കന്യാസ്ത്രീകളെ, ബഹുമാനപ്പെട്ട അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ വരുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നെ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചത് കന്യാസ്ത്രീകളാണ്. പഠിപ്പിച്ചതും പരീക്ഷ എഴുതാൻ പഠിപ്പിച്ചതൊക്കെ കന്യാസ്ത്രീകളാണ്. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ 12 ക്ലാസ് വരെ കന്യാസ്ത്രീകൾ പഠിപ്പിച്ചു. കൊല്ലത്തെ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലും തിരുവനന്തപുരത്ത് ഹോളി ഏഞ്ചൽ സ്കൂളിലുമായിരുന്നു ഭാര്യയുടെ വിദ്യാഭ്യാസം. കുട്ടികളെ വളർത്തുന്നതിന് കന്യാസ്ത്രീകളുടെ സ്കൂള് എത്ര പ്രയോജനപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ മക്കളെ ഞാൻ കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിക്കാൻ വിട്ടത്. കന്യാസ്ത്രീകൾ ഭൂമിയിലെ മാലാഖമാരാണ്. നമ്മുടെ എല്ലാം മക്കൾ വളർന്ന് വലിയ നിലകളിലെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോൾ തുടങ്ങണം, എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ശക്തിപ്പെടുത്തി എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ് എലിസബത്ത് ഹർലോക്ക് രചിച്ച ചൈൽഡ് ഡെവലപ്മെൻ്റ് എന്ന പുസ്തകം. നമ്മുടെ കുട്ടികൾ വളർന്ന് വലിയ നിലയിലാവണമെങ്കിൽ കുട്ടികൾ ഗർഭത്തിൽ 90 ദിവസമാകുമ്പോൾ മുതൽ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഗർഭത്തിൽ 90ാം ദിവസം മുതൽ കുട്ടിയുടെ ഭാവിയിൽ തലച്ചോറിൻ്റെ സെൽ ഡിവിഷൻ തുടങ്ങുകയാണ്. ആ സമയം തൊട്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിച്ചെങ്കിലേ കുട്ടികളെ വലിയ ബുദ്ധിയുള്ളവരായി സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി മാറ്റാൻ പറ്റുമോ. ഗർഭത്തിൽ കിടന്നുകൊണ്ട് ചക്രവ്യൂഹം പൊളിക്കാൻ അഭിമന്യു പഠിച്ചെന്നും ഗർഭത്തിൽ കിടന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞ തെറ്റ് അഷ്ടാവക്രം തിരുത്തിയെന്നും ഗർഭത്തിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ നാരായണനമ്മ എന്ന് പറയാൻ പഠിച്ചു എന്നൊക്കെ ഭാരത പുരാണങ്ങൾ കാണുന്ന കഥകളാണ് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ പ്രസിദ്ധമായ ഗവേഷണം നടന്നു. ഓരോ ഗർഭിണി കിടന്ന മുറിയിൽ ഓരോ തരം പാട്ട് മാത്രം വെച്ചോണ്ടാണ്. ഗർഭിണികൾ പ്രസവിച്ച് കഴിഞ്ഞ് എപ്പോഴെങ്കിലും കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞ് ഗർഭത്തിൽ കിടന്നപ്പോൾ ആ മുറിയിൽ വെച്ച പാട്ട് ഓൺ ചെയ്താൽ കുട്ടി കരച്ചിൽ നിർത്തും. വേറെ ഏത് പാട്ടിട്ടാലും കുട്ടി കരച്ചിൽ നിർത്തുകയില്ല. ഗർഭത്തിൽ വെച്ച് കുട്ടി പാട്ടുകൾ കേട്ടിരുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തി. ഫ്രാൻസിൽ നടന്ന പ്രസിദ്ധമായൊരു ഗവേഷണത്തിൽ 200 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ഗർഭകാലത്ത് സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്, പക്ഷെ അതിനൊരു ചതുര ഷേപ്പ് ഫോം ചെയ്യുന്നതായി കണ്ടു. എന്നാൽ വേറെ 200 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ ആണ് കാണാൻ കൊടുത്തത്. ആ ഗർഭിണികൾ പ്രസവിച്ചപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്, പക്ഷെ അതിനൊരു ത്രികോണ ഷേപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. ഗർഭത്തിൽ അമ്മ കണ്ടത് കുഞ്ഞിനെ സ്വാധീനിച്ചു എന്ന് ശാസ്ത്രം കണ്ടെത്തി. കത്തോലിക്കാ സഭയിൽ അലിഖിതമായ നിയമമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ ആദ്യം ആ ഗർഭിണി പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ശേഷം വികാരത്തിനോട് പറയും, അച്ഛൻ ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ വികാരച്ചന്മാരോട് ഉണ്ണിയേശുവിൻ്റെ പടം കൊടുക്കും. ഇത് കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചുകൊണ്ടാൻ പറയും. ഗർഭകാലത്ത് ഉണ്ണിയേശുവിൻ്റെ പടം കണ്ടാൽ ഉണ്ണിയേശുവിനെ പോലൊരു കുഞ്ഞുണ്ടാവും എന്നാണ് കത്തോലിക്കാ സഭയുടെ അലിഖിതമായ ഒരു നിയമം, ഒരു വിശ്വാസം. ഈ വിശ്വാസം വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് കറുപ്പും വെളുപ്പുമുള്ള ആടുകൾക്ക് പാളിൽ കൂടുതലാണെന്ന് കണ്ടു. അപ്പോൾ ഈ കറുപ്പും വെളുപ്പുള്ള ആടിനെ എങ്ങനെ സൃഷ്ടിക്കാം? യാക്കോബ് ഒരു ക്രൂഡ് പണി പറ്റിച്ചു. ആടുകൾ കിടക്കുന്ന ആലയുടെ ചുറ്റും കറുപ്പും വെളുപ്പും നിറത്തിൽ പെയിൻ്റ് അടിച്ചിട്ട് തൂണുകൾ നാട്ടി. ഇണ ചേരുമ്പോഴും ഗർഭിണിയായിരിക്കുമ്പോഴും ഈ കറുപ്പും വെളുപ്പുമുള്ള തൂണുകൾ കണ്ടപ്പോൾ യാക്കോബിന് ആട്ടുകുട്ടികൾക്ക് കറുപ്പും വെളുപ്പും നിറമുണ്ടായെന്നും ധാരാളം പാല് കിട്ടിയെന്നുമാണ് ഉൽപ്പത്തി 31-ാം അധ്യായത്തിൽ രേഖപ്പെട്ടിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നത് ശാസ്ത്രീയമായ സത്യമാണെന്ന് ഫ്രാൻസിൽ തെളിയിക്കപ്പെട്ടു. ജർമ്മനിയിൽ നടന്നൊരു ഗവേഷണത്തിൽ 200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ഗർഭകാലത്ത് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിച്ച ഗർഭിണികൾ പ്രസവിച്ചപ്പോൾ ആ കുട്ടികൾ ശാസ്ത്ര വിഷയങ്ങളിൽ ഭയങ്കര മാർക്ക് വാങ്ങിക്കാൻ തുടങ്ങി. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയിൽ ഭയങ്കര മാർക്ക്. അവർ ഭൂരിപക്ഷവും ശാസ്ത്രജ്ഞന്മാരാവുകയും ശാസ്ത്ര അധ്യാപകരായി മാറുകയും ചെയ്തു. വേറൊരു 200 ഗർഭിണികൾക്ക് യുദ്ധവീരന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ജൂലി സീസറിൻ്റെയും ഫെർണാണ്ട് ഗൈറ്റിൻ്റെയും നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെയൊക്കെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ആ ഗർഭിണികൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് പട്ടാളത്തിൽ പോലീസ് സംബന്ധിച്ച അവർക്ക് കാട്ടോട് ഭയങ്കര സ്നേഹം. വേറെ 200 ഗർഭിണികൾക്ക് കത്തോലിക്കാ സഭയുടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്ത ഗർഭകാലത്ത് ആ ഗർഭിണികൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളുമായി മാറി. ഗർഭകാലത്ത് അമ്മ വായിച്ച വിശുദ്ധന്മാരുടെ ഭയങ്കര ആകർഷണം ആ കുട്ടി ഗർഭത്തിൽ കിടന്ന് ഉണ്ടായി എന്ന് ശാസ്ത്രം. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആരായിത്തീരണമെന്നൊരു ഗർഭിണി ആഗ്രഹിക്കുന്നുവോ ആ മേഖലയിൽ വിജയിച്ച ആളുകളുടെ ജീവചരിത്രം
ഒരു ഗർഭിണി വായിക്കണം. കുട്ടി ആ രീതിയിൽ ഫോം ചെയ്യും. ഗർഭകാലത്ത് അമ്മമാർ പഠിക്കാൻ പോയാൽ കുട്ടികൾക്ക് അപാര ബുദ്ധിശക്തിയും പഠിക്കാൻ മിടുക്കരുമാകുന്നതായിട്ട് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. ലേഡി ടീച്ചേഴ്സിന് മക്കളെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഭയങ്കര മിടുക്കരാണ്. കാര്യം ഈ അമ്മ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വയറ്റിൽ കിടന്ന് ഈ കുട്ടി പകുതി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നുണ്ട്, ബാക്കി ജനിച്ചിട്ട് പഠിച്ചാൽ മതി. അതാണ് ഈ ലേഡി ടീച്ചേഴ്സിന് മക്കൾ ഭയങ്കര മിടുക്കരായി മാറുന്നത്. അതൊരു ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ അമ്മ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം പോയി ഉഗ്രൻ കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണം. അമ്മയുടെ തലച്ചോറ് വർക്ക് ചെയ്യാൻ വേണ്ടി ശരീരം ഉണ്ടാക്കുന്ന ഇൻ്റലക്ച്വൽ ഹോർമോൺസ് ആൻഡ് എൻസൈംസും അത് അമ്മയുടെ തലച്ചോറ് കയറി ഇറങ്ങിയ ശേഷം കുട്ടിയുടെ ഗർഭത്തിൽ കിടന്ന കുട്ടിയുടെ തലച്ചോറോട് കയറി ഇറങ്ങും. കുട്ടി അപാര ബുദ്ധിയുള്ളൊരു കുട്ടിയായി തീരും. അതുകൊണ്ട് ആഴ്ച 10 ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരുക. പ്രസവിച്ചിട്ട് പരീക്ഷ ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല. ഗർഭകാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് അപാര ബുദ്ധിയായി. പാശ്ചാത്യ സംഗീതത്തിലെ പ്രഗത്ഭനാണ് മൊസാർട്ട്. 6-ാമത്തെ വയസ്സിൽ ഗാനങ്ങൾ രചിക്കാൻ തുടങ്ങി. 36 വയസ്സായപ്പോഴേക്കും 6000-ഓളം ഗാനങ്ങൾ രചിച്ചിരുന്ന മൊസാർട്ട് പറയുന്നു, ഞാൻ സംഗീതജ്ഞനാവാനുള്ള കാരണം ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ വിയന്ന കത്തീഡ്രൽ പള്ളിക്കകത്ത് പാടുന്ന കൊയറിലെ ഒരു അംഗമായിരുന്നു. അമ്മ ഈ ഗർഭകാലത്ത് പാടുന്നത് കേട്ടിട്ടാണ് ഞാൻ പാട്ടുകാരനായതെന്ന് മൊസാർട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയി. ടീച്ചേഴ്സിന് കമ്പൽസറി ആയി TTC. അന്ന് TTCക്ക് പഠിക്കാൻ പോയി. എൻ്റെ അമ്മയോട് പറയുകയാണ്, ഞാൻ ഗർഭിണിയാണെന്ന് നീ വയറ്റിൽ കിടന്നതിനെ തൊഴിച്ചടാ, ശല്യം ചെയ്തതാന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് എനിക്ക് സത്യം മനസ്സിലായി, ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസവും അമ്മ പഠിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് 4 MA എടുക്കാനും 2 PhD എടുക്കാനും IAS പാസ്സാവാനൊക്കെ പറ്റിയെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ പുസ്തകമൊക്കെ വായിച്ചത്. അതുകൊണ്ട് ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ പ്രകൃതിയായി പഠിക്കുകയും നിങ്ങളുടെ മക്കൾ ആരായിട്ടെന്ന് ആഗ്രഹിക്കുന്നു ആ ലെവലിൽ വിജയിച്ച ആളുകളുടെ ജീവിതം വായിക്കുകയും വേണം. കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വലിയവരാക്കാൻ ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന സമയം എന്നുവരെയാണ്? ശാസ്ത്രം പറയുന്നു 12 വയസ്സ് വരെ, 7ാം ക്ലാസ് വരെ. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ കുട്ടിയുടെ തലയോട്ടി അളന്നാൽ 30 മുതൽ 33 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുട്ടിക്ക് 3 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ അത് 36 മുതൽ 39 സെൻറ്റിമീറ്റർ ചുറ്റളമായിരിക്കും. കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ അത് 46 മുതൽ 49 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീണ്ടും അളന്നാൽ അത് 50 മുതൽ 56 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ തലച്ചോറ് വളരുകയില്ല, തലയോട്ടി വളരുകയില്ല. തലയോട്ടി ഉണ്ടാക്കപ്പെട്ട 8 ക്രേനിയൽ ബോൺസ് കോൺക്രീറ്റ് സെറ്റ് ചെയ്യും. പിന്നെ 112ാമത്തെ വയസ്സിൽ വലിപ്പണ തല അളന്നാൽ 12ാമത്തെ വയസ്സിൽ അളന്ന അതേ തലേ ഉണ്ടാവുള്ളൂ. തലച്ചോറും ബുദ്ധിശക്തിയൊന്നും പിന്നെ വളരുകയില്ല കാര്യമായിട്ട്. പക്ഷേ ഈ 12 വയസ്സുള്ള കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ആരായി തീരും നിശ്ചയിക്കുന്ന കാലം ഏതാണ്? ശാസ്ത്രം പറയുന്നു 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ. 33 വയസ്സ് തൊട്ട് 33 സെൻറ്റിമീറ്റർ തൊട്ട് 40 സെൻറ്റിമീറ്റർ തലച്ചോറ് വളരുന്ന പ്രായമാണല്ലോ. അതാണ് ഒരു കുട്ടി ആരായി തീരും നിശ്ചയിക്കുന്ന കാലഘട്ടം. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 ഈ 4 വർഷമാണ് ആ കുഞ്ഞ് ഭാവിയിൽ ആരായി നിശ്ചയിക്കുന്ന കാലഘട്ടം. ആ സമയത്താണ് നമ്മൾ കുട്ടികളെ ഇവിടെ കൊണ്ടുപോയി ദേവമാത സ്കൂളിൽ സന്യാസിസ്റ്ററിനെ കൊണ്ടുപോയിപ്പിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ഡിസിഷനാണ്. നിങ്ങളുടെ കുട്ടികൾ അനുക്രമമായി വളരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശാസ്ത്രം ലിസ്റ്റ് ചെയ്ത് നമുക്ക് തരികയാണ്. ആദ്യത്തെ 6 മാസക്കാലം കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ വിളക്കുകൾ കത്തി അണയം ചെയ്തതിന് സെറ്റ് ചെയ്യണം. എന്താണ് നമ്മുടെ ബുദ്ധിശക്തി? നമ്മുടെ തലച്ചോറിന് 60,000 ലക്ഷം ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോണുകൾക്ക് 50 മുതൽ 1000 വരെ ശാഖകളുണ്ടാവും. ഈ ന്യൂറോൺ ത്രസിച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചസ് ഇങ്ങനെ ഇളകിയാടും. ഈ ന്യൂറോണിൻ്റെ ബ്രാഞ്ചസ് പോയി വേറൊരു ന്യൂറോണിൻ്റെ ബ്രാഞ്ചുമായി കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അത് സിനാപ്സിസ് എന്ന് പറയും. ഒരിക്കൽ കൂട്ടിമുട്ടി അത് ചോദിച്ചാൽ മരിക്കുന്നവരെ ആ സിനാപ്സിനെ പൊട്ടിപ്പോകുകയാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ തലച്ചോറിൽ എത്ര സിനാപ്സിസ് ഉണ്ടോ അത്രയുമാണ് ആ കുട്ടിയുടെ ബുദ്ധിശക്തി. ആ ബുദ്ധിശക്തി വികസിപ്പിക്കാൻ ശാസ്ത്രം പറയുന്നു ആദ്യത്തെ 6 മാസക്കാലം കുട്ടിയുടെ ബെഡ്റൂമിൽ വിളക്കുകൾ കത്തി അണങ്ങി സെറ്റ് ചെയ്യണം. കുട്ടി ഇങ്ങനെ വിളക്ക് കത്തി അണങ്ങി സെറ്റ് ചെയ്യുമ്പോൾ കുട്ടിയുടെ തലച്ചോറിൻ്റെ ന്യൂറോൺസ് ഇങ്ങനെ ഇളകി ആടി സിനാപ്സിസ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെയൊക്കെ വേണ്ടി ക്രിസ്മസ് ആഘോഷിക്കാൻ ക്രിസ്മസ് ട്രീകൾ നമ്മൾ അലങ്കരിക്കാറില്ലേ? ആ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന വിളക്കുകൾ നമ്മൾ ജനുവരി 1-ാം തീയതി ജനുവരി 10-ാം കൂട്ടി അലമാരി കൊണ്ടുവന്നു. അതെടുത്ത് കുട്ടിയുടെ ബെഡ്റൂമിൽ കത്തി അണഞ്ഞ് സെറ്റ് ചെയ്യണം. ഹനുമാൻ ജനിച്ച് വീടുമ്പോഴേ സൂര്യഭഗവാനെ പിടിച്ച് ഇന്നാൻ പേര് കഥ കേട്ടില്ലേ പുരാണത്തിൽ? കുട്ടികൾക്ക് ഈ പ്രകാശത്തോട് സൂര്യനോട് ആകർഷണം ഉണ്ടാകുന്ന ശാസ്ത്രീയമാണ് കഥയിൽ പറയുന്നത്. 6 മാസം കഴിഞ്ഞാൽ 1 വയസ്സ് വരെ കുട്ടിക്ക് 3 നിറങ്ങൾ കാണിക്കണം: ചുവപ്പ്, പച്ച, മഞ്ഞ.
ഇത് ബേസിക് കളേഴ്സാണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് 3.5 ലക്ഷം നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ കുട്ടിക്ക് ഒരു 1.5 വയസ്സാവുന്നവരെ കുട്ടിക്ക് 3 നിറങ്ങളെ മനസ്സിലാവുന്നുള്ളൂ. ബേസിക് കളേഴ്സായ ചുവപ്പ്, പച്ച, മഞ്ഞ. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൻ്റെ വിൻഡോ കർട്ടനും ഡോർ കർട്ടനും ഒക്കെ ചുവപ്പ്, പച്ച, മഞ്ഞയാകണം. മേൽക്കൂര ചുവപ്പും പച്ചയും മഞ്ഞയുള്ള തോരണം വലിച്ച് കെട്ടണം. രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് കഴിയുമ്പോൾ ഇഷ്ടംപോലെ ചുവന്ന തോരണം കിട്ടും. SNDPയുടെ മീറ്റിങ്ങിന് പോയാൽ ഇഷ്ടംപോലെ മഞ്ഞ തോരണം കിട്ടും. മീറ്റിംഗ് കഴിഞ്ഞാൽ അവർക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല. മുസ്ലിം ലീഗിൻ്റെ വല്ല മീറ്റിംഗ് കൊണ്ടുപോയി പോയാൽ പച്ച തോരണം ഇഷ്ടംപോലെ കിട്ടും. റോഡിൽ കിടന്ന് വേസ്റ്റ് ആവുന്നതിന് പകരം അത് കൊണ്ടുപോയി മേലോട്ടങ്ങ് കെട്ടുക. കുട്ടി ഇതിങ്ങനെ കാണുമ്പോൾ കുട്ടിയുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ ആടി കുട്ടിക്ക് അപാരം ബുദ്ധിശക്തി ഉണ്ടാവും. അമ്മ കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ പ്ലെയിൻ സാരി എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങൾ ഇടകലർന്ന സാരി ബ്ലൗസ് എടുത്തുകൊണ്ട് വേണം അമ്മമാർ കുഞ്ഞിനെ എടുക്കാൻ പറ്റും. കുഞ്ഞിനെ അമ്മയെ നോക്കും, പെട്ടെന്ന് കുഞ്ഞിൻ്റെ അമ്മയുടെ ഡ്രസ്സിലോട്ട് നോക്കും. വേലക്കാരി കുഞ്ഞിനെ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ 3 സെറ്റ് സാരി ബ്ലൗസും ഫ്രീ ആയി വേലക്കാരിക്ക് വാങ്ങിച്ചു കൊടുക്കുക. ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളിൽ. സാരിക്ക് ബ്ലൗസിന് അത്രയ്ക്ക് ആവത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനുണ്ടാകുന്ന ബുദ്ധി ഉണ്ടല്ലോ, അപ്പോൾ ബുദ്ധിശക്തിയാണ്. അപ്പോൾ 3 നിറങ്ങൾ ചുവപ്പ്, പച്ച, മഞ്ഞ. 1 വയസ്സ് തൊട്ട് 1.5 വയസ്സ് വരെ കുട്ടിയുടെ ന്യൂറോൺ ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാലമാണ്. അന്ന് ശാസ്ത്രം പറയുന്നു, ചലിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടി കൊടുക്കണം. ഈ കളിപ്പാട്ടത്തിൻ്റെ ചലനം കുട്ടി മുഖത്തുള്ള 2 കണ്ണുകൊണ്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. ശബ്ദം തലയുടെ 2 സൈഡിലോട്ടും ചെവികളാണ് ട്രാക്ക് ചെയ്യുന്നത്. ഈ ചലനവും ശബ്ദവും ട്രാക്ക് ചെയ്യുമ്പോൾ തലച്ചോറ് ഏകമാനമായി വർക്ക് ചെയ്യാനുള്ള, യുണീസണായി വർക്ക് ചെയ്യാനുള്ള തലച്ചോറിൻ്റെ കപ്പാസിറ്റി ഉണ്ടാവും. അതാണ് ഒരു മനുഷ്യനെ ഇൻ്റലക്ച്വലായിട്ടും അഥലറ്റായിട്ട് ശരീരവും മനസ്സിനെയും ഉണ്ടാക്കുന്ന സാധനം. അവിടെ ചെണ്ട അടിച്ചുകൊണ്ടുവന്ന് കുരങ്ങനോ താറാവിനെയോ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണം. കുട്ടിക്ക് അപാരം ബുദ്ധിശക്തി ഉണ്ടാവും. 1.5 വയസ്സ് തൊട്ട് 2.5 വയസ്സ് വരെ കുട്ടിക്ക് ഓറിയൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കാലമാണ്. ആ സമയത്ത് 4 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏറ്റവും ആദ്യം കുട്ടിക്ക് പൊട്ടുന്ന കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കണം. പൊട്ടാത്ത കളിപ്പാട്ടം കൊണ്ട് ബുദ്ധി വർദ്ധിക്കുകയില്ല. പൊട്ടുന്ന കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് കുട്ടി ഇതിട്ട് കളിക്കും. കുറച്ച് കഴിഞ്ഞ് കളിപ്പാട്ടം ടപ്പൊന്ന് പൊട്ടു കിട്ടും. കുട്ടി വഴക്കൊന്നും കളയരുത്. ആ കളിപ്പാട്ടം എടുത്ത് പേപ്പറിൽ ഒന്ന് സൂക്ഷിക്കണം. 2-2.5 വയസ്സാവുമ്പം അമ്മയും കുഞ്ഞും കൊണ്ടിരുന്ന് അല്ലെങ്കിൽ അപ്പനും കുഞ്ഞും കൊണ്ടിരുന്ന് ആ കളിപ്പാട്ടം പ്രിപ്പയർ ചെയ്യണം. എത്രത്തോളം കളിപ്പാട്ടം പ്രിപ്പയർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ആ കുഞ്ഞ് പിൽക്കാലത്ത് വലിയൊരു ശാസ്ത്രജ്ഞനോ വലിയൊരു എഞ്ചിനീയറോ വലിയൊരു IAS ഓഫീസറോ ഒക്കെ ആയിത്തീരും എന്ന് ശാസ്ത്രം പറയുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് ഭാര്യയ്ക്കും ജോലിയാണ്. ഞങ്ങളെന്തെന്നറിയാമോ, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരുത്തനെ വിളിച്ചു. 2 മണിക്കൂർ കുട്ടിയുടെ മുമ്പിൽ ഇരുന്നത് റിപ്പയർ ചെയ്ത് കാണിക്കാൻ 75 രൂപ അവന് ശമ്പളം പെർ ഡേ. സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്ന് എന്താ ഒരു നല്ല ലാഭമാണ് 75 രൂപ. അന്ന് ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കണ്ടതിന് 2ാമത്തെ മോള് ബിടെക്കിന് ഫസ്റ്റ് റാങ്കായിരുന്നു. ഈ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കണ്ട കുട്ടി. ഇനി കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് കുട്ടി കൊടുക്കാതിരിക്കരുത്. ചില അപ്പന്മാർ കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് അലമാരി വെച്ച് പൂട്ടും. കളിപ്പാട്ടം കണ്ടാൽ ഇങ്ങനെ വായി വെള്ളം ഊറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. എത്രത്തോളം കളിപ്പാട്ടം കളിക്കാൻ കൊടുക്കാതിരിക്കുന്നു കുട്ടിയുടെ മനസ്സിലേക്ക് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ഇറങ്ങും. ആ കുട്ടി അക്രമാസക്തനായ, സമൂഹത്തിന് ദ്രോഹം ചെയ്തൊരു ഗുണ്ടയായ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറുപ്പത്തിൽ കളിപ്പാട്ടം കൊടുക്കാതിരുന്ന അപ്പനെ ആ കുട്ടി 20 വയസ്സാകുമ്പോൾ ചെവിക്കണൊറ്റ അടി വെച്ചുകൊണ്ട് പണ്ടി കളിപ്പാട്ടത്തിനകത്ത് വൈരാഗ്യവൻ്റെ മനസ്സിലിരിക്കൊണ്ട് അപ്പനിച്ചിരി ബലക്ഷയം വരെ ഇവരെ നല്ല മസിലോ ആട്ടി ഉറപ്പെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചാലേ വാങ്ങിക്കണ്ട, വാങ്ങിച്ചാൽ കുട്ടിക്ക് കളിക്കാൻ കൊടുത്തിരിക്കണം. രണ്ടാമതായി കുട്ടികൾക്ക് ചിത്രങ്ങൾ കൊടുക്കണം. ചിത്രം കുട്ടി ഇങ്ങനെ കളിക്കും. കുറച്ച് കഴിഞ്ഞ് ചിത്രം കീറിപ്പോകും. കീറിയ ചിത്രങ്ങൾ സൂക്ഷിച്ചു വെച്ച ശേഷം 2-2.5 വയസ്സാകുമ്പോൾ അമ്മയും കുഞ്ഞും കൊണ്ടിരുന്ന ചിത്രത്തിൻ്റെ മൗസൈഡിൽ സെലോ ടേപ്പ് പൊട്ടിച്ച് പുനഃസ്ഥാപിക്കണം. എത്രത്തോളം ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ കുഞ്ഞ് പിൽക്കാലത്ത് വലിയൊരു കലാകാരനായി തീരും. ഒരു ലിയോണോ ഡാവിഞ്ചിയോ ഒരു മൈക്കലാഞ്ചലോയോ ഒരു പാട്ടുകാരൻ യേശുദാസോ ഒരു രാജ രവിവർമ്മയൊക്കെ ആയിട്ട് ഒരു ശാസ്ത്രജ്ഞനാണ്. 3ാമത് കുട്ടി കൊടുക്കേണ്ടത് ബലൂണുകളാണ്. ബലൂൺ കുട്ടി കളിക്കാൻ കൊടുക്കാം. ബലൂൺ കുറച്ച് കഴിയുമ്പോൾ ടപ്പ് ഒരു പൊട്ട് പൊട്ടി. റബ്ബറിനകത്ത് കാർബൺ ഡയോക്സൈഡ് കയറിയ എക്സോസ്മോസിസ് കാരണം റബ്ബർ പൊട്ടും. സിമ്പിൾ കെമിസ്ട്രിയാണ്. കുട്ടി വലിയ വലിയ കാര്യം. അപ്പൻ വലിയ ശരിക്കും അപ്പനറിയ റബ്ബർ ഈ ബലൂൺ പൊട്ടുമത്. ഒരു ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ കൊടുക്കുക. ആ ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ കൊടുക്കുക. എത്രത്തോളം ബലൂണുകൾ പൊട്ടിക്കുന്നു ആ കുട്ടിക്ക് മനസ്സിലാവും ജീവിതം നശ്വരമാണ്. ഞാൻ മരിച്ചാലും എന്നെ ഈ ലോകം ഓർത്തിരിക്കണം. അവൻ അനശ്വരനായ കീർത്തിമാനായി മാറും. ഇംഗ്ലീഷിൽ പറയും, ഫെയിം ഇസ് ദ ലാസ്റ്റ് ഇൻഫോർമേറ്റ് ഓഫ് നോബിൾ സോൾസ്. മഹാന്മാരുടെ വീക്ക്നെസ്സാണ് പ്രശസ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ചില കുട്ടികൾക്ക് മനസ്സിലാവും ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. ആ കുട്ടി അനശ്വരമായ ആത്മാവിലേക്ക് തിരിയും. ആ കുട്ടി ഒരു മദർ തെരേസയോ ഒരു വിവേകാനന്ദ സ്വാമിയോ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനമൊക്കെയായി മാറും എന്ന് ശാസ്ത്രജ്ഞന്മാർ.
നാലാമത് മുത്തച്ഛനെയും മുത്തശ്ശിയും ശുശ്രൂഷിക്കുമ്പോൾ കുട്ടിയെ കൂടെ വിളിച്ച് നിർത്തി വേണം അപ്പനും അമ്മയെ ശുശ്രൂഷിക്കാൻ. കുട്ടിക്കൂടെ ഒരു ചെറിയ റോള് കൊടുക്കണം. മോനെ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വേടാ, മോനെ ഒരു തോട്ടം എടുത്തോണ്ടോ, അമ്മച്ചയും തുടക്കണ്ടേ. എത്രത്തോളം മുത്തശ്ശനെയും മുത്തശ്ശിയും ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങൾ കാണുന്നുവോ ആ കുട്ടി പിൽക്കാലത്ത് വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറോ ഒരു വലിയ നഴ്സോ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞയോ ഒക്കെ തീരുന്ന ശാസ്ത്രജ്ഞന്മാർ. അല്ലാതെ മുത്തപ്പനെ ചീത്ത വിളിച്ചിട്ട് മോനെ ഡോക്ടറാവണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ അവരൊരു കമ്പൗണ്ടർ ആവില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ 4 കാര്യങ്ങൾ മാതാപിതാക്കൾ 1.5 വയസ്സ് 2.5 വയസ്സ് വരെ ചെയ്യണം. 2.5 വയസ്സ് അങ്ങോട്ട് കഴിയുമ്പോൾ കുട്ടിയുടെ തലച്ചോറ് ആദ്യമായി കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഉണ്ടാവുകയാണ്. ഒന്നിനെയും ഒന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവ്. ഇതില്ലെങ്കിൽ വലിയ ഡിഗ്രികളൊന്നും ആ കുട്ടി പാസ്സാവാൻ പറ്റില്ല. അതിന് കുട്ടിയെ യാത്ര ചെയ്യാൻ കൊണ്ടുപോകണം. കുട്ടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണും. കുട്ടി ഈ കാര്യങ്ങളെ കമ്പയർ ചെയ്യും. ഒരു മനുഷ്യൻ 6 അടി പൊക്കാം, വേറൊരുത്തൻ 4 അടി പൊക്കാം, ഒരുത്തൻ 2 അടി പൊക്കാം, ഒരുത്തൻ വെളുത്തിരിക്കും, വേറൊരാൾ കറുത്തിരിക്കും, വേറൊരാൾ ബ്രൗൺ കളർ, പിന്നെ ഒരു നേപ്പാളി ഒരു യെല്ലോ കളർ. ഇതെല്ലാം കുട്ടി കമ്പയർ ചെയ്യും. കുട്ടിയുടെ തലച്ചോറിന് കമ്പാരറ്റ് അനാലിസിസ് ഉണ്ടാവും. കുട്ടിയെ മൃഗശാലയിൽ കൊണ്ടുപോകുന്ന ഒരു 3 മാസം കൂടുമ്പോൾ അവിടെ കുട്ടിയുടെ ബുക്കിൽ കുരങ്ങനെന്ന് പറഞ്ഞൊരു കുരങ്ങൻ്റെ പടമുണ്ട്. പക്ഷേ മൃഗശാലയിൽ ചെന്നാൽ ഒരു മുറിയിൽ ഒരു ഗൊറില്ല, അപ്പുറത്തെ മുറിയിൽ ഒരു ഉറാങ്ങുട്ടാൻ, അതിനപ്പുറത്തൊരു ചിമ്പൻസി, അതിനപ്പുറത്തൊരു സിംഹവാലൻ കുരങ്ങൻ. കുട്ടി ഈ കുരങ്ങന്മാരെ ഇങ്ങനെ കമ്പയർ ചെയ്യും. കുട്ടി കമ്പാരറ്റ് അനാലിസിസ് പവർ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാലം. ഈ കാലഘട്ടത്ത് പ്രത്യേകമായി മാതാപിതാക്കളും LKGയിലെ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ്. അതേറ്റവും ആദ്യത കുട്ടിക്ക് ഒബ്സർവേഷൻ പവർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നഴ്സറി റൈംസ് കുട്ടിയുടെ ഒബ്സർവേഷൻ പവർ വർദ്ധിപ്പിക്കുകയാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. കുട്ടി ആകാശത്തോട് നക്ഷത്രം നല്ലപോലെ തളരുന്നു. ആ തിളക്കത്തിലേക്ക് കുട്ടി ആകർഷിക്കപ്പെടുകയാണ്. ആ ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഒബ്സർവേഷൻ പവർ ഉണ്ടാവുള്ളൂ. ഇതേ പാട്ട് മലയാളത്തിൽ വന്നു. മലയാളത്തിലെ കവി പറഞ്ഞു. എന്താ പറഞ്ഞേ? കൊച്ചു നക്ഷത്രമേ നിന്നെയാരാ മച്ചിലിരുത്തിയത് അമ്മയാണോ, വല്ലതും തട്ടി മറിച്ചു നീ, വല്ലാതെ വാശി പിടിച്ചു നീ. വീട്ടിൽ ബഹളം ഉണ്ടാക്കി വല്ലതൊക്കെ തട്ടിമറിക്കി കുസൃതി കാണിക്കുന്ന കുട്ടിയെ അമ്മയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുമായിരുന്നു. മച്ചിൻ്റെ പുറത്ത് കയറിയിരിക്കുക. അങ്ങനെ കുട്ടി കുസൃതി കാണിച്ചപ്പോൾ കുട്ടിയെ മച്ചൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി. കുട്ടി ആകാശത്തോട് നോക്കി. അവനൊക്കെ പൊക്കത്തിൽ ആകാശത്ത് നക്ഷത്രം നിൽക്കുകയാണ്. കുട്ടി നക്ഷത്രത്തോട് ചോദിക്കുകയാണ്, കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണോ? നിന്നെ അമ്മ അവിടെ പിടിച്ചിരിക്കുക അല്ലേ? പിന്നെ നക്ഷത്രം ചോദിക്കുകയാണ്, വല്ലതും തട്ടി മറിച്ചു നീ, വല്ലാതെ വാശി പിടിച്ചു നീ. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടിയെ സാധാരണ മച്ചൻ്റെ പുറത്ത് ഇരുത്തുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ കവിത മലയാളത്തിൽ വന്നപ്പോൾ കുട്ടി ആകാശത്തോട്ട് നോക്കി അത്ഭുതകരമായി കാണുകയാണ്. കുട്ടിക്ക് കഥകളിലൂടെ ശ്രദ്ധേയമായി ആ കുട്ടിയുടെ റീസണിങ് പവർ കൂട്ടുകയാണ്. Pussycat, pussycat, where have you been? I have been to London to look at the Queen. ആരാണ് ഈ പുസിക്കാറ്റ്? വാട്ടർ വാലി എന്നൊരു പ്രഭുവാണ്. അയാൾക്ക് പെണ്ണുങ്ങളുടെ ശബ്ദമാണ്. അതായത് കളിയാക്കി വിളിച്ച പേരാണ് പുസിക്കാറ്റ്. അയാൾ എലിസബത്ത് രാജ്ഞിയെ പ്രേമിച്ചിരുന്ന അവകാശപ്പെട്ടു. പക്ഷേ എലിസബത്ത് രാജ്ഞി അയാൾ ഒരിക്കൽ കല്യാണം കഴിച്ചില്ല. അപ്പോൾ അയാളെ കളിയാക്കേണ്ട പറയുകയാണ്, പുസിക്കാറ്റ്, പുസിക്കാറ്റ്, where have you been? എവിടെ പോയാണ് വാട്ടർ വാലി എന്ന് വെച്ചാൽ അവൻ്റെ സ്ഥിരം മറുപടിയാണ്, I have been to London to look at the Queen. അപ്പോൾ ഒരു പ്രണയകഥ ചരിത്രം കുട്ടിയുടെ തലച്ചോറോട്ട് കയറ്റുകയാണ് ഈ കഥയിലോട്ട്. Baba, black sheep, have you any wool? Yes sir, yes sir, 3 bags full. One for my master, one for my dame, one for my little kid. ഇതോടെ കഥ. ബ്ലാക്ക് പ്രിൻസ് എന്ന രാജാവ് ഉണ്ടായിരുന്നു. എളുപ്പത്തിന് പോയി. രാത്രിയിൽ അച്ഛൻ കമ്മ്യൂണിറ്റി പ്രകാരം മറന്നുപോയിരുന്നു. അച്ഛൻ വന്ന് കുട്ടി ബ്ലാക്ക് പ്രിൻസിനോട് കൊട്ടി വിളിച്ചു. ബ്ലാക്ക് പ്രിൻസ് ഓളം കുളത്തോളുണ്ടെന്ന് വെച്ചു. അവൻ 3 ഉണ്ട്. 1 രാജാവിന് കൊടുത്തു, 1 ഭാര്യയ്ക്ക് കൊടുത്തു, 1 കുട്ടി കൊടുത്തു. എന്നിട്ട് തണുപ്പ് സഹിച്ചുകൊണ്ടായ വ്യത്യാസം യുദ്ധം ജയിച്ചു. ബാബാ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു അല്ലെ ബ്ലാക്ക് പ്രിൻസ് ഓളം കുളത്തുള്ളൂ. യെസ് സാർ, രാജാവിനെ പറഞ്ഞിട്ട് 2 വേണം. യെസ് സാർ, യെസ് സാർ, 3 ബാഗ്സ്. 1 ഫോർ മൈ മാസ്റ്റർ. ആദ്യത്തെ രാജാവ്, 2ാമത്തെ ഭാര്യയ്ക്ക്, 3ാമത്തെ കുട്ടികൾക്ക്. അപ്പോൾ ഓർഡർ ഓഫ് പ്രിഫറൻസ് കുട്ടിയെ പഠിപ്പിക്കുകയാണ് ചെറുപ്പത്തിലെ. ഈ നേഴ്സറി റൈംസ് കുട്ടിയുടെ ചിന്താസരണിയെ വർദ്ധിപ്പിക്കുകയാണ്. ആ സമയത്താണ് കുട്ടിക്ക് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നത്. വാക്കുകൾ കൂട്ടി മാതൃഭാഷയോ മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുകയാണ്. ആ സമയത്തിൽ നഴ്സറി ടീച്ചർ വന്നിട്ട് കഥ പറയും. കുട്ടികളെ കൊണ്ട് ഏറ്റുപറയിക്കും. കുട്ടി വാക്കുകൾ പിക്കപ്പ് ചെയ്യും. ഇംഗ്ലീഷിൽ കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്കുണ്ട്. 12,000 ഇംഗ്ലീഷ് വാക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഓക്സ്ഫോർഡിലെ പ്രൊഫസേഴ്സ് വാക്ക് ചെയ്തുണ്ടാക്കിയതാണ് ആ പ്രസിദ്ധമായ കാർട്ടൂൺ നെറ്റ്വർക്ക്. അല്ലെങ്കിൽ കഥ പറയുന്ന മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് എൻസൈക്ലോപീഡിയയൊക്കെ കാസറ്റ് ഉണ്ട്. അത് കുട്ടിയെ കേൾപ്പിക്കും. ഈ കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം. 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ
മുത്തശ്ശിമാർ വളർത്തിയ കുട്ടികളാണ് ലോകത്തിലെ മഹാന്മാരിൽ ഭൂരിപക്ഷവും. 20,000 മഹാന്മാർ ജീവചരിത്ര മകവുകൾ കമ്പനി പഠിച്ചു. അവർ കണ്ടെത്തി മഹാന്മാരുടെ 60% അപ്പനും അമ്മയും വളർത്തിയവരല്ല, മുത്തശ്ശന്മാർ വളർത്തിയ കുട്ടികളാണ്. ബുദ്ധഭഗവാൻ ജനിച്ച 5-ാം ദിവസം അമ്മ മരിച്ചുപോയി. മുത്തശ്ശി കൊണ്ട് വളർത്തി. പ്രവാചകനായ മുഹമ്മദ് നബി ഗർഭത്തിരുന്നപ്പോഴേ അപ്പൻ ചത്തുപോയി. അമ്മ 6 വയസ്സിൽ മരിച്ചു. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് വളർത്തി. മുത്തലിലും ഇവരും കൊണ്ട് വളർത്തി. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി. മുത്തശ്ശി വളർത്തി. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി. മുത്തശ്ശി കൊണ്ട് വളർത്തി. അരിസ്റ്റോട്ടലിന് 6 വയസ്സായപ്പോൾ അപ്പനും അമ്മയും മരിച്ചുപോയി. മുത്തശ്ശി കൊണ്ട് വളർത്തി. ഐസക് ന്യൂട്ടൻ ഗർഭത്തിരുന്നപ്പോഴേ അപ്പൻ ചത്തുപോയി. അമ്മ ഓരോരുത്തരെ കെട്ടിയിട്ട് പോയി. അപ്പൻ്റെ അമ്മ കൊണ്ടുപോയി വളർത്തി ഐസക് ന്യൂട്ടനെ. ഇമ്മാനുവൽ കാൻ 1 വയസ്സായപ്പോൾ ഒരു ആക്സിഡന്റ് അപ്പനും അമ്മയും ചത്തുപോയി. മുത്തശ്ശിമാർ കൊണ്ട് വളർത്തി. എന്താണ് ഈ മുത്തശ്ശിമാർ വളർത്തുന്ന കുട്ടികൾ ലോകപ്രസിദ്ധരാകുന്നത്? ശാസ്ത്രം അതിൻ്റെ റീസൺ കണ്ടെത്തിയിട്ടുണ്ട്. മഹാന്മാർക്ക് വേണ്ടി ഏറ്റവും അടുത്ത ഗുണമുണ്ട് സെൻസ് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തെ അവബോധം ചെയ്യാനുള്ള കഴിവുണ്ട്. മുത്തശ്ശി കുട്ടിയുടെ കഥ പറയും. Long years ago there lived a king. Once upon a story time there lived a king. കഥയാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞ കഥയ്ക്ക് ഡിഫറെൻറ്റ് ഹിസ്റ്ററി ഉണ്ട്. 500 കൊല്ലം മുമ്പ് അക്ബർ ചക്രവർത്തി ഇന്ത്യ ഭരിച്ചിരുന്ന മോനെ, 250 കൊല്ലത്തിന് മുമ്പ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മോനെ, കഥയാണ് പറയുന്നത്. ഈ കഥകളിലൂടെ കുട്ടിക്ക് സെൻസ് ഓഫ് ഹിസ്റ്ററി കിട്ടും. ആ കുട്ടി പിൽക്കാലത്ത് ചരിത്രത്തെ അപഗ്രഥിക്കാൻ പറ്റുന്ന വലിയ ചിന്തകനും എഴുത്തുകാരനൊക്കെ ആവും. രണ്ടാമത് ഈ മുത്തശ്ശി പറയുന്ന കഥയിൽ ഹീറോസം, ഹെർക്കുലീസ്, അർജുനൻ, ഭീമസേനൻ, ശ്രീകൃഷ്ണൻ, ഇങ്ങനെ കഥകളാണ്. കുട്ടി ഈ മഹാന്മാരുടെ ഗുണങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. ആ ഹീറോ വർഷപ്പിലൂടെ ആ ഗുണങ്ങൾ കുട്ടി സ്വന്തം ജീവിതത്തിലേക്ക് സംശീകരിക്കും. ആ കുട്ടി ആ ഹീറോസിനെ പോലെ ആവാനുള്ള ശ്രമത്തിൽ നേതാവോ ഒരു ഓഫീസറൊക്കെ ആയി തീരും, മാനേജ്മെന്റ് എക്സ്പെർട്ടായി തീരും എന്ന് ശാസ്ത്രജ്ഞരാണ്. 4ാമത് മുത്തശ്ശി ഇടയ്ക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് മുത്തശ്ശിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. മുത്തശ്ശിയുടെ പൊടിയാത്തതിനകത്ത് കുഞ്ഞ് കയ്യിലിരിക്കുക. കുഞ്ഞിനെ അടക്കി ഇരുത്തണ്ടേ? മുത്തശ്ശൻ കഥ പറയും. മോനെ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മുത്തച്ഛനെ കൂടി വാടി കടലിൽ ചെന്നിറങ്ങണ മോനെ, ഒരു മുതല വന്നടാ, മുതലെ ഞങ്ങളെ പിടിച്ച് കെട്ടടാ, ഭയങ്കര ചിന്ത കള്ളതാണ്. മോനെ പോലെ രാമനെ പോലെ വലിപ്പം പിടിച്ചിട്ടില്ല. പക്ഷേ ഉള്ള കഥ കേൾക്കണം കുട്ടി ഒരുപാട് വാല്യപ്പൻ ഭയങ്കര ആളാണ്. പിന്നെ കുടുംബത്തിലടിക്കുക, എല്ലാ കുടുംബത്തിലും ചിന്ത കള്ളങ്ങളാണ്. പക്ഷെ കുട്ടിക്ക് അതിനകത്ത് സ്വത്വ ബോധമാണ്. ഞാൻ വലിയൊരു കുടുംബത്തിൽ വലിയൊരു വല്യപ്പൻ്റെ കൊച്ചുമോനാണ്. ആ സ്വത്വ ബോധം കുട്ടിയെ പിൽക്കാലത്ത് മഹാനായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് ശാസ്ത്രം. 5ാമത് മുത്തശ്ശി സാരോപദേശ കഥ പറയും. കുഞ്ഞാടിനോട് തലയാട് പറഞ്ഞു കൊണ്ട് ഇറങ്ങി പോരുത്. ആട് കേട്ടില്ല, ഇറങ്ങി അങ്ങ് പോയി. ഒരു ചെന്നാവനെ പിടിച്ചങ്ങ് തിന്നു മോനെ എന്ന് പറഞ്ഞ് വല്യപ്പച്ചൊരു കരച്ചിലൂടെ കരയും. അതോടെ കുഞ്ഞിന് മനസ്സിലാവും അപ്പനും അമ്മയും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ വല്ല ചെന്നായി പിടിച്ച തന്നെ അപകടം. കുട്ടി പിന്നെ അമ്മ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാം, അനുസരിക്കും. 6ാമത് സംഭവിക്കാം. മുത്തശ്ശിയുടെ കഥയുണ്ട്. മുത്തശ്ശിയുടെ കഥ പഞ്ചതന്ത്ര കഥയാണ്. കാട്ടിലൊരു സിനിമ ഉണ്ടാകുന്ന മോനെ, അവിടെ ഒരു വലിയ ആന ഉണ്ടാകുന്ന മോനെ, അവിടെ പുലി ഉണ്ടാകുന്ന മോനെ, അതിനടുത്ത് ഒരു കുറുക്കനുണ്ടായിരുന്ന മോനെ. കുട്ടി എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാട്ടിലെ കഥ വീട്ടിലേക്ക് മാറ്റി. കാട് ഭരിക്കുന്ന സിംഹം വീട് വരും. അവളെല്ലാവരുടെ ഇതും പ്രേമലേഖനമായി. ഓരോരുത്തരുടെ അപ്പനാരാണ്, അമ്മ ആരാണ്, അവർക്ക് വീട്ടിലത്ര സ്വത്തുള്ള മുഴുവൻ അവൾ ഗവേഷണം നടത്താം. കിട്ടുന്ന പ്രേമലേഖനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് പുളിക്കമ്മനെ അവൾ പിടിക്കുള്ളൂ. ഒരു വാഴയിലെ അവൾ പിടിക്കുക. മുത്തശ്ശി പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ട്. 8ാമതായി മുത്തശ്ശൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. ഞാനും എൻ്റെ മുത്തച്ഛാന്ന് പറയും. മുത്തച്ഛൻ ഈ കുട്ടിയെ കൊണ്ട് റോഡിലിറങ്ങും. കുറച്ച് കഴിഞ്ഞ് കുട്ടി പറയും എൻ്റെ മുത്തച്ഛൻ്റെ കാല് വേദനയെന്ന് പറയും. കുട്ടിയുടെ തോളെ വെച്ചോണ്ട് മുത്തച്ഛൻ പോകും. എത്ര സമയം മുത്തച്ഛൻ്റെ തോളിലിരുന്ന് പോകുന്നോ അത്ര ആ കുട്ടി ജീവിതത്തിൽ വലിയ ആളായിത്തീരും എന്ന് ശാസ്ത്രജ്ഞന്മാർ. വെണ്ണാഷാവോട് പറഞ്ഞില്ലേ, ഐ സ്റ്റുഡ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഷേക്സ്പിയർ സോ ഐ ആം പ്രൗഡ് ഓൺ ഷേക്സ്പിയർ. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് 3 വയസ്സ് 8 വയസ്സ് വരെ മുത്തശ്ശി വളർത്തുന്ന കുട്ടികൾ ലോകപ്രസിദ്ധരായിത്തീരും. ഇവിടെ കഴിഞ്ഞ ഭാഗ്യമുണ്ട്. പട്ടണ പ്രദേശങ്ങളിൽ ചെന്ന വീട്ടിൽ മുത്തശ്ശിയൊന്നും ഇല്ല. അപ്പോൾ മുത്തശ്ശിമാർ ജീവിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മുത്തശ്ശിക്ക് വളർത്താൻ കൊടുക്കണം 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ. 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മുടെ തലച്ചോറ് നടക്കുകയാണ്. ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും തലച്ചോറ് ഇരിക്കുന്നത് സെറിബെല്ലത്തിലല്ല. ബുദ്ധിശക്തി കൊണ്ട് ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ പറ്റിയില്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ സെറിബെല്ലം 100 ഗ്രാമേ ഉണ്ടാവുള്ളൂ. 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയാണ് ഈ സെറിബെല്ലത്തിന്റെ വലത് ഭാഗം വളർന്ന് 200 ഗ്രാമുള്ള സെറിബെല്ലാവുന്നത്. ഈ പാരാ സെറിബെല്ലം എന്ന സ്ഥലത്താണ് ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയിരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും കുഞ്ഞിനെ വളർത്തുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാത നമസ്കാരം മുത്തശ്ശി ഇരുന്ന് പാടി അങ്ങോട്ട് പ്രാർത്ഥിക്കും. കുഞ്ഞു മടിയിലിരിക്കുകയാണ്. 6 മണിയാകുമ്പോൾ മോനെ പ്രാർത്ഥിക്കാൻ മോനെ. ഹിന്ദുക്കളാണെങ്കിൽ വിളക്ക് അങ്ങോട്ട് കത്തിച്ച് രാമ 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 പാഹിമ എന്നങ്ങോട്ട് പറയും.
കൃഷ്ണ കൃഷ്ണ മുരാഹര എന്ന് പറഞ്ഞൊരു പാട്. മുസ്ലിങ്ങളാണേലോ അവർക്ക് 5 നിസ്കാരമാണ്. മുത്തശ്ശനും മുത്തശ്ശിയും കറക്റ്റ് നിസ്കരിക്കും. അപ്പോൾ ആ സമയത്ത് എന്തും ഇത് നിസ്കാരം പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞാ നിസ്കാരം എല്ലാം ശ്രദ്ധിക്കും. ആ കുട്ടി പിൽക്കാലത്ത് നല്ലപോലെ നിസ്കരിക്കാൻ പഠിക്കാം. ക്രിസ്ത്യാനികളാണേലോ രാവിലെ പ്രഭാത നമസ്കാരത്തിൽ പാടും, പ്രാർത്ഥിക്കും. സന്ധ്യയാവും 6 മണിയാവും മുത്തശ്ശനും മുത്തശ്ശി ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. കുട്ടി അതിൽ അറ്റൻഡ് ചെയ്യും. 3 വയസ്സ് ഒരു 8 വയസ്സ് വരെ ഒരു കുട്ടിയുടെ തലച്ചോറിൽ ഈശ്വരവിശ്വാസം കയറിയാൽ മരണം വരെ ആ കുട്ടി നിരീശ്വരവാദത്തിലോടോ ആസ്തികവാദമൊന്നും പോയില്ല. അതുകൊണ്ട് 3 വയസ്സ് 8 വയസ്സ് വരെ മുത്തശ്ശിയും മുത്തശ്ശനും പഠിപ്പിക്കുന്ന കുട്ടികളാണ് ജീവിതത്തിൽ ഏറ്റവും ഉയരങ്ങളിൽ എത്തിച്ചേരുന്നത്. അത് കഴിഞ്ഞാൽ 12 വയസ്സ് വരെ കുട്ടിയുടെ തലച്ചോറ് വളർന്ന പ്രായം കണ്ടിന്യൂ ചെയ്യാം. ആ പ്രായത്തിൽ കുട്ടിക്ക് പഠിക്കേണ്ട വിഷയങ്ങളെപ്പറ്റി അറിവ് കൊടുക്കണം. ആ വിഷയം എളുപ്പത്തിൽ പഠിക്കാനുള്ള മാർഗം കുട്ടിയെ പഠിപ്പിക്കണം. മാത്തമാറ്റിക്സ് ഫോർ ഫൺ പുസ്തകമാണ്. കണക്ക് പഠിക്കാൻ കുട്ടിക്ക് രസകരമായി കുട്ടിയെ കണക്ക് പഠിപ്പിക്കണം. മാത്തമാറ്റിക്സ് ഫോർ ഫൺ പഠിപ്പിക്കണം. കണക്ക് പലർക്കും വലിയ പ്രയാസമാണ്. ഓൾജിബ്ര പഠിപ്പിക്കാൻ പോവാണ്, കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ മിളിന്ദയുടെ കഥ പറയണം. മിളിന്ദനും ഭാര്യയും മട്ടുപ്പാവലിൽ ഇരിക്കുമ്പോൾ പക്ഷികൾ പറന്നുപോയി. മിളിന്ദൻ ചോദിച്ചു, നിങ്ങൾ എത്ര പക്ഷികളുണ്ട്? പക്ഷികൾ നേതാവ് പറഞ്ഞു, ഞങ്ങളോളവും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100. മിളിന്ദൻ്റെ ഭാര്യ ചോദിച്ചു, എത്ര ഇത്? 36 പക്ഷികൾ. 36 പ്ലസ് x പ്ലസ് ഹാഫ് x പ്ലസ് 1/4 x പ്ലസ് 100. 2.25 x ഈസ് ഈക്വൽ ടു 99. അപ്പോൾ x എത്ര? 36. വളരെ ക്ലിയർ. ഫ്രാക്ഷൻ പഠിപ്പിക്കാൻ ടീച്ചർ ക്ലാസ് ചെന്നു. 1+2 + 1+3 + 1+4 എന്നിങ്ങനെ കുട്ടികൊല്ലം നായ കയറുമോ? ഒന്നും കയറുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ചാണക്യൻ്റെ കഥ പറയണം. ഒരു ക്ഷത്രിയനുണ്ടായിരുന്നു. ക്ഷത്രിയ ഭാര്യയിൽ കുട്ടിയുണ്ടായി, വൈശ്യഭാര്യയിൽ കുട്ടിയുണ്ടായി, ശൂദ്രഭാര്യയിൽ കുട്ടിയുണ്ടായി. ചാണക്യൻ്റെ നിയമപ്രകാരം ക്ഷത്രിയ ഭാര്യയുണ്ടാകുന്ന കുട്ടിക്ക് 10 സ്വത്ത് കൊടുക്കണം. വൈശ്യസ്ത്രീയിലുണ്ടാകുന്ന കുട്ടിക്ക് 3 സ്വത്ത് കൊടുക്കണം. ശൂദ്രസ്ത്രീയിലുണ്ടാകുന്ന കുട്ടിക്ക് 9 സ്വത്ത് കൊടുക്കണം. ക്ഷത്രിയൻ മരിച്ചപ്പോൾ 17 ആനയാണ്. മൂത്തവൻ പറഞ്ഞ് എനിക്ക് 10 തരണം. എത്ര ആനയെ തരണം? ആനയെ മുറിക്കാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. വൈശ്യസ്ത്രീയുടെ മുകളിൽ 5.25 ആനയെ തരണം. കറക്റ്റ്. കേസ് കോടതിയിൽ വന്നു. ജഡ്ജി പറഞ്ഞു, നിങ്ങളുടെ കേസ് തീർക്കാൻ വേണ്ടി മാർഗ്ഗമേ ഉള്ളൂ. എൻ്റെ ആനയെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നു. ജഡ്ജി ആനയെ കൊണ്ട് വന്നു. 17 ആനയുടെ കൂടെ ജഡ്ജിയുടെ ആനയെ നിർത്തി. മൂത്തവനെ വിളിച്ചു, നിനക്ക് പകുതി ആനല്ലേ വേണ്ടേ? 9 ആനയെ കൊണ്ടുപോകാൻ പറഞ്ഞു. വൈശ്യസ്ത്രീയുടെ മോനെ വിളിച്ചു, നിനക്ക് 3 ആനയല്ലേ വേണ്ടേ? 6 ആനയെ കൊണ്ടുപോകാൻ പറഞ്ഞു. ശൂദ്രസ്ത്രീയുടെ മോനെ വിളിച്ചു, നിനക്ക് 9 ആനയല്ലേ വേണ്ടേ? 18 9 2 ആനയെ കൊണ്ടുപോകാൻ പറഞ്ഞു. ജഡ്ജി പറഞ്ഞു, 9 ആന 12 17 ആന പോയി. എൻ്റെ ആന ബാക്കിയായി. ഞാൻ എൻ്റെ പുറത്ത് എൻ്റെ വീട്ടിൽ പോകാം. ജഡ്ജി സ്വന്തം ആനയുടെ പുറത്തൊരു വീട്ടിൽ പോയി. 1+2 + 1+3 + 1+9 ഈസ് ഈക്വൽ ടു 17/18. സിമ്പിൾ കണക്കാണ്. അതാ ജഡ്ജി പ്രയോഗിച്ചത്. ഇങ്ങനെ രസകരമായ കഥകളിലൂടെ കണക്ക് പഠിപ്പിക്കണം. ഫിസിക്സ് ഫോർ പ്ലഷർ വിശ്വപ്രസിദ്ധമായ പുസ്തകം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് വളരെ എളുപ്പമല്ലേ? യാപ്പറൽമാൻ്റെ വോളിയം 1 and 2. കെമിസ്ട്രി പഠിപ്പിക്കാമെന്ന ടീച്ചർ കെമിസ്ട്രി ത്രൂ 107 സ്റ്റോറീസ് വായിച്ചിട്ടാണ് പഠിപ്പിക്കാൻ. ഒരു കഥ ഞാൻ പറയാം. ഒരു വീട്ടിൽ ഭയങ്കര എലിശല്യം. എലികളെ പിടിക്കണം. യജമാനം പോയി ഒരു പൂച്ചയെ വാങ്ങിച്ചോളൂ. പൂച്ചയോട് പറഞ്ഞു, നീ എലിയെ പിടിച്ചാൽ വറുത്ത മീൻ തരുന്നു. പൂച്ചയ്ക്ക് വറുത്ത മീൻ എന്ന് പറഞ്ഞാൽ നല്ല രക്ഷമുണ്ടോ? കിട്ടിയ വെച്ചു. അപ്പോൾ ഒരു എലി കുറച്ചാടി. പൂച്ച പോയി എലിയെ പിടിച്ച് തല വായിക്കാത്താക്കി ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു എലി കുറച്ചാടി. അവൻ പോയി 2ാമത്തെ എലിയും പിടിച്ച് 2 എലിയും കൊണ്ട് യജമാൻ മുമ്പിൽ പോകുന്നു. പൂച്ചയുടെ പേര് ഓക്സിജൻ, എലികളുടെ പേര് ഹൈഡ്രജൻ. 2 ഹൈഡ്രജനായിട്ട് ഒരു ഓക്സിജൻ ആയിട്ട് ചേർന്നിട്ട് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്ന കഥയാണ്, H2O കഥയാണ്. പക്ഷെ പൂച്ച എലിയുടെ കഥ പറഞ്ഞാൽ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായി എങ്ങനെയാണ് ഈ വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. രസകരമായ കഥകളിലൂടെ പഠിപ്പിക്കണം. അങ്ങനെ വിഷയങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി ആ കുട്ടിയെ ലേഖനം എഴുതാൻ പഠിപ്പിക്കണം. ആ കുട്ടിയെ പാട്ട് പാടാൻ പഠിപ്പിക്കണം. ആ കുട്ടിയുടെ തലച്ചോറിൽ എന്തെല്ലാം കഴിവുണ്ടെന്ന് കണ്ടെത്തി ആ കഴിവുള്ള മേഖലയിലോട്ട് കുട്ടിയെ വഴിതിരിച്ചു വിടണം. കുട്ടിയെ വായിക്കാൻ പഠിപ്പിക്കണം. കുട്ടിയെ ഇലക്ട്രോണിക്സിലൂടെ പഠിക്കേണ്ട എങ്ങനെയാണ് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ലോകത്തിൻ്റെ വലിയ നിലകളിൽ എത്തിച്ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ 12 വയസ്സ് വരെ 7ാം ക്ലാസ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ രോഗപ്രസ്ഥനാക്കാനോ വലിയ കസരിക്കുന്ന ഒരാളാക്കി തീർക്കാനോ കഴിയുകയുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട 6 വർഷമാണ് ഈ സ്കൂളിൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്.
ഈ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം കൂടെ ഉണ്ട് ഈ പ്രായം. അതുകൊണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കന്യാസ്ത്രീകളുടെ പ്രത്യേകമായ ശ്രദ്ധയിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ വളർന്ന് ലോകപ്രസിദ്ധരായി തീർന്ന ശേഷം ഈ നാടിനും നിങ്ങളുടെ വീടിനുമൊക്കെ ഐശ്വര്യഭാജനങ്ങളായി തീരാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 55ാം ആനിവേഴ്സറി സെലിബ്രേഷൻസ് സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.